അതായത് പന്തീരാങ്കാവിൽ ഇപ്പൊ ഒരു സ്ത്രീ പീഡന കേസ് നടന്നു. എന്നുവെച്ചാൽ ഭർത്താവ് കല്യാണം കഴിഞ്ഞ 3-ാം നാൾ ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ചു, കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ പത്രങ്ങളിലൊക്കെ വലിയ വാർത്തകളായി. കഴിഞ്ഞ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ മാതാപിതാക്കളുടെ തത്സമയ ഇടപെടൽ കൊണ്ട് സാധിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആ സംഭവം നടന്നത്. അതിനുശേഷം നടന്ന കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ കേരളം എല്ലാം ആശ്വസിച്ചത് ഒരു ഉത്തരയോ ഒരു നിമിഷയോ ഒന്നും സംഭവിച്ചില്ലല്ലോ, അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് സമാധാനിച്ചു. ആ പെൺകുട്ടിക്ക് പിന്നാലെ എല്ലാവരും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിനെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള വാദം ശക്തമായി വന്നപ്പോഴേക്കും ഭർത്താവ് രക്ഷപ്പെട്ടു, വിദേശത്തേക്ക് രക്ഷപ്പെട്ടു. അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ സഹായിച്ചതിന്റെ പേരിൽ പോലീസുകാർ രണ്ടുപേരെ സസ്പെൻഷനിലുമായി. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം ആ പെൺകുട്ടി സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നു, എന്റെ ഭർത്താവ് എന്നെ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. എപ്പോഴും എന്റെ വിവാഹത്തിന് മുമ്പ് മാട്രിമോണിയിലൂടെ പരിചയപ്പെട്ട ഒരാളുമായി കല്യാണം ആലോചിച്ചിരുന്നു. പക്ഷെ അപ്പോഴാണ് ഈ ബന്ധം വന്നത്. അതിനുശേഷം ഈ കല്യാണം ഞാൻ നടത്തി, അപ്പം ഞങ്ങളുടെ വീട്ടുകാർ നടത്തി. അതിനുശേഷം അയാൾ ഇടയ്ക്ക് ഇത് അറിഞ്ഞുകൊണ്ട് പെട്ടെന്ന് 1-2 മെസ്സേജ് അയച്ചപ്പോൾ അതിന് മറുപടി കൊടുത്തത് ഭർത്താവിന് ഇഷ്ടപ്പെടാതെ എന്നെ ഒന്ന് തല്ലി. അതിനുശേഷം ആ ഒരു മാനസിക ദുഃഖത്തിൽ ഞാൻ അകത്തേക്ക് കയറിയതോടെ ബാത്റൂമിൽ വഴുതി വീണതാണ്. ബാക്കിയെല്ലാം എന്റെ ബന്ധുമിത്രാദികളുടെ സൃഷ്ടിയാണ്, അതാണ് പ്രശ്നമാക്കിയെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി ഒളിവിലായിരുന്നു. പോലീസ് ഇപ്പോൾ വീണ്ടും ഒരു പ്രത്യക്ഷത്തിൽ എത്തപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം അവരുടെ ബന്ധുക്കൾ, അതായത് അവരുടെ മാതാപിതാക്കൾ കേസ് കൊടുക്കുന്നു, അവളെ കാണുവാനില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നു, പിന്നീട് കണ്ടെത്തുന്നു. ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരവസ്ഥ. ഇത് കൂടാതെ കുറച്ച് 2002 എന്ന് തോന്നുന്നു, 2002 കടക്കൽ ഒരു ഭാഗത്ത്, നിലമേൽ ഭാഗത്ത് ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആണ്. ഇതാരെന്ന് ചോദിച്ചപ്പോൾ ഉത്തരവില്ല പെൺകുട്ടിക്ക്. അവളൊരു പയ്യനെ ചൂണ്ടിക്കാണിച്ചു. ആ പയ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവനല്ല എന്ന് പറഞ്ഞതൊക്കെയൊന്നും ആരും കേട്ടില്ല. 35ഓളം ദിവസം അവൻ അകത്ത് കിടന്നു. ഈശ്വരന്റെ കൃപ അല്ലെങ്കിൽ അവന്റെ ഭാഗ്യം. അതായത് ആ പെൺകുട്ടി പ്രസവിച്ചു. ആ കുട്ടി ജനിച്ചത് കൊണ്ട് അതിന്റെ DNA ടെസ്റ്റ് നടത്തി അവനല്ല എന്ന് തിരിച്ചറിയാൻ സാധിച്ചു. ഇതൊക്കെ ഒരാളെ കള്ളം പറഞ്ഞ് കുറ്റം പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ചെറുപ്പക്കാരന് ആ പെൺകുട്ടി അങ്ങനെ ഒരു പ്രസവിക്കാത്ത ഒരവസ്ഥയായിരുന്നുവെങ്കിൽ, അല്ലെ ആ കുട്ടി എന്തെങ്കിലും തരത്തിൽ മറ്റെന്തെങ്കിലും ആയിരുന്നുവെങ്കിൽ അവൻ അകത്ത് കിടക്കുമായിരുന്നു. അവന്റെ ജീവിതമേ നഷ്ടപ്പെടുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യം ഇപ്പോ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. അതിനെതിരെ എന്താണ് പറയാനുള്ളത്? രഘുനന്ദനകത്ത് 2 കാര്യങ്ങളുണ്ട്. എനിക്കിതിനകത്ത് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ ഒരു 2 വർഷം മുമ്പ് തിരുവല്ലയിൽ നിന്ന് ഉള്ള ഒരു ഭർത്താവ് വിളിച്ചു. ആ ഭർത്താവിന്റെ ആവശ്യം എന്താന്ന് ചോദിച്ചാൽ, എന്റെ ഭാര്യയെ എന്നോടൊപ്പം ജീവിക്കാൻ വിടാൻ വീട്ടുകാർക്ക് മേൽ സാറിന് എന്ത് ചെയ്യാൻ ഒക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ സംഗതി എന്ന് ചോദിച്ചാൽ പറഞ്ഞു, എന്റെ ഭാര്യ സാറേ നേഴ്സാണ്, വിദേശത്താണ്, ഞാനും വിദേശത്താണ്. എന്റെ ഭാര്യയുടെ വീട്ടുകാർ ഈ ഭാര്യയെ അവരുടെ സാമ്പത്തിക വരുമാനത്തിന് വേണ്ടി എന്നോടൊപ്പം ജീവിക്കാൻ അനുവദിക്കാതെ, ഒരു തരത്തിലും അനുവദിക്കാതെ അവളെ പൂട്ടിയിട്ടിരിക്കുകയാണ്. മീൻസ് അവളെ കെട്ടിയിട്ടിരിക്കുകയാണ്. ആ പൂട്ടൽ കേവലം ഫിസിക്കൽ മാത്രമല്ല, മാനസികമായി കൂടിയാണ് വളഞ്ഞിട്ടിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് നിയമപരമായി വിടാതിരിക്കുകയാണെങ്കിൽ ഫിസിക്കലി നമുക്ക് അങ്ങടിയല്ല. ഇതങ്ങനെയല്ല, മാനസികമായി. അവരുടെ ആകെ ഉദ്ദേശം ഇവളുടെ ഈ കാശ് മുഴുവൻ അവർക്ക് വേണം. അവർക്ക് കടമുണ്ട്, കടം തീർക്കണം, പിന്നെ മറ്റു പല ആവശ്യങ്ങൾക്കും വേണം. അവർക്ക് ഓരോരോ കാർ എടുക്കണം. അതിനെല്ലാം ഇവളുടെ ജീവിതമാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഇതതിൻ്റെ ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം രഘുനന്ദൻ ഇപ്പോൾ ഈ പറഞ്ഞില്ലേ, കള്ളം പറഞ്ഞാൽ ഒരാളുടെ ജീവിതം തകർക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, നിങ്ങളിപ്പോൾ ഉണ്ടാകുന്ന കേരളത്തിലെ അയൽ വഴക്കുകൾ, വസ്തുവഴക്കുകൾ, വഴിത്തർക്കങ്ങൾ, കുടുംബ വഴക്കുകളുടെയൊക്കെ പരാതിയുടെ ഒരു കോപ്പിയും FIRന്റെ ഒരു കോപ്പിയും എടുത്ത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഈ ഞെട്ടൽ മാറും. എന്താന്ന് വെച്ചാൽ, ഈ സ്ത്രീപീഡനം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വലിയ ഒരു ഗ്രൗണ്ടുള്ള കേസായതുകൊണ്ട് ആങ്ങളെയും പെങ്ങളും തമ്മിലൊരു വഴക്കുണ്ടായാൽ പോലും രണ്ടുപേരും അതിലിടുന്ന നെറേറ്റീവ് ഈ രണ്ടുപേരുടെയും ഭാര്യമാരെ, രണ്ടുപേരുടെയും ഭർത്താക്കന്മാര് കയറി പിടിച്ചു എന്നും പറഞ്ഞിട്ടാ. അത് ഒരു കാര്യമില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് ആങ്ങള വിഷയത്തിലും ഈ ആങ്ങളയുടെയും പെങ്ങളുടെയും വിഷയത്തിലും ഇതുപോലെ തന്നെ ഉണ്ടാവാറുണ്ട്. ഈ എനിക്കറിയാവുന്ന കരുനാപ്പള്ളിയിലുള്ള ഒരു ആങ്ങളയുടെയും പെങ്ങളും തമ്മിൽ പ്രശ്നമാണ്. അവരുടെ മക്കള് തമ്മിൽ ഈ പെങ്ങളുടെ മകൻ ആങ്ങളയുടെ മകളെ കയറി പിടിച്ചു എന്നും പറഞ്ഞിട്ട് FIR ഇട്ട് കരുനാപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ വന്നു. ആ SI ഒരു മനുഷ്യത്വമുള്ളവനായതുകൊണ്ടും ഈ പയ്യന്റെ പെരുമാറ്റം കണ്ടപ്പോൾ തോന്നിയ നിരപരാധിത്വം കൊണ്ടും ഒരു 10 മിനിറ്റ് ഈ കുട്ടിയെ കുടഞ്ഞപ്പോഴത്തേക്ക് അത് വാപ്പ പറഞ്ഞതെന്നുകൊണ്ടാ അങ്ങനെ പറഞ്ഞതെന്നായി. ഇനി വാപ്പായോ ഉമ്മായോ അച്ഛനോ അമ്മയോ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഈ കേസ് എഴുതി ഉണ്ടാക്കുന്ന ആളുണ്ടല്ലോ, ഈ കേസ് എഴുതി ഉണ്ടാക്കുന്ന ആള് അങ്ങനെ ഒരു ക്ലോസ് ഇതിന് ബലം കൊടുക്കാൻ വേണ്ടി എന്റെ തൊട്ടടുത്ത പ്രദേശത്ത് മക്കയിൽ മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അവനൊരു വഴിയുടെ പ്രശ്നം ഉണ്ടായപ്പോ അതിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആള് കടുത്ത മതവിശ്വാസിയാ. അതായത് കമിഴ്ന്ന് കിടന്നാൽ
രാത്രി 8:30-9 മണിയാവുമ്പോൾ പിന്നെ ഈ പള്ളി അടയ്ക്കുന്ന ആള് പുള്ളിയെ പൊക്കി എടുത്തിട്ടാ അടയ്ക്കുന്നത്. അങ്ങനെയുള്ള ആള് ഈ പയ്യനെതിരെ കൊടുത്ത കേസ് കൊടുത്തപ്പോൾ അവനെ ഗൾഫിൽ വിടാതിരിക്കാൻ, തിരിച്ചവൻ ഗൾഫിൽ പോകാതിരിക്കാൻ ഇവന്റെ ഭാര്യ കുളിച്ചോണ്ട് നിന്നപ്പം അവിടെ കയറി പിടിച്ചു എന്ന് പറയുന്ന ഒരു ക്ലോസ് കൂടെ വെച്ചോളൂ. ഇങ്ങനെ കള്ളങ്ങൾ പറയുന്നതിലൂടെ വിജയിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു സംഗതി ഇന്ന് വ്യാപകമായുണ്ട്. അല്ല, അത് തീർത്തും തെറ്റല്ലേ? ശരിക്കും ഒരാൾ ഒരു തെറ്റ് ചെയ്യാത്ത തെറ്റ് അയാളുടെ പേരിൽ ആക്ഷേപിക്കുമ്പോൾ അയാൾ ഇപ്പോൾ ഒരു കൊലപാതകയ്ക്ക് ഇവിടെ ശിക്ഷയുണ്ട്, അതല്ലെങ്കിൽ ഒരു മോഷ്ടാവിന് ശിക്ഷയുണ്ട്, അതല്ലെങ്കിൽ ഒരു സ്ത്രീ പീഡകന് അല്ലെങ്കിൽ റേപ്പിസ്റ്റിന് ഇവിടെ ശിക്ഷയുണ്ട്. അതേ ശിക്ഷ ഈ കള്ളം പറയുന്നവർക്കും എന്തുകൊണ്ട് ലഭിക്കുന്നില്ല? അങ്ങനെ വന്നാൽ ഈ കള്ളം പറയലിന് ഒരു കുറവുണ്ടാകില്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ വന്നാൽ ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലും ഈ ഉത്തരേന്ത്യയിലും മറ്റു പല സ്ഥലങ്ങളിലേക്കും ഒക്കെ പോയാൽ ഒരു ചെറുതല്ലാത്ത ജനസമൂഹം ജയിലിൽ കിടക്കേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഇതുപോലെ വ്യാജ കേസുകൾ ഉണ്ടാക്കി പലതരത്തിലും പല രൂപത്തിലും പല പ്രശ്നങ്ങളിലും ഉണ്ടാക്കി അതിനെ തകർത്ത് തരിപ്പണമാക്കി മോശമാക്കി അതൊരു പ്രത്യേകത ഒരു ശൈലിയാണ്. നമ്മുടെ നാട്ടിലൊരു പ്രത്യേക രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കേരളത്തിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട്, അപൂർവമായി ഞാൻ കേട്ടിട്ടുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ നമ്മുടെ പിന്നെ കൊല്ലത്തെ MLA ആയി മത്സരിച്ച മുകേഷിന്റെ ഭാര്യ മേതിൽ ദേവികയാണ് ഈ അടുത്ത സമയത്ത് വിവാഹബന്ധം വേർപെടുത്തിയിട്ടും വളരെ മാന്യമായി ഞങ്ങൾ അവസാനിപ്പിച്ചു. ഞങ്ങൾക്ക് ആ ബന്ധം തുടരാൻ താല്പര്യമില്ല. ദിലീപൻ മഞ്ജു വാര്യർ അവരും പരസ്യമായ അതൊരു പ്രചരണം അവര് പരസ്യമായി പ്രചരണം നടത്തിയില്ലെങ്കിൽ രഹസ്യമായി ആഞ്ഞുള്ള പ്രവർത്തനം അന്നും ഇന്നും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇവരങ്ങനെയല്ല, ഇവരത് വേണ്ടാന്ന് വെച്ചു, അത് വിട്ടു, അത് പോയി. ഒരു സംസ്കാരത്തിന്റെ ഭാഗമാകണം. അപ്പൊ നമുക്കൊരു വിയോജിപ്പുണ്ടാകുന്നു, കുടുംബജീവിതത്തിലും വിയോജിപ്പുണ്ടാകും. അങ്ങനെ വിയോജിപ്പുണ്ടാകുമ്പോൾ സത്യസന്ധമായ കാര്യം പറഞ്ഞ് അത്രയും മാത്രം പറഞ്ഞ് ഇത് അവസാനിപ്പിച്ച് പോകാൻ ഒരാളും അങ്ങനെ വിടാൻ മറ്റൊരാളും തയ്യാറാവണം. ഇപ്പോൾ ഒരാളിങ്ങനെ തീരുമാനിച്ച് പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവനെ അല്ലെങ്കിൽ അവളെ വിടത്തില്ലെന്നും പറഞ്ഞ് കുരുക്കി ഇട്ട് വലിക്കേണ്ട കാര്യമില്ല. നമ്മളിതിൽ ഒരുപാട് ബന്ധപ്പെട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് പല സംഭവങ്ങളും അറിയാം. ഇപ്പോൾ എൻ്റെ പ്രദേശത്ത് തന്നെ ഒരു പിന്നെ ഭാര്യയും ഭർത്താവും രണ്ടുപേരും ഈ പറഞ്ഞതുപോലെ വലിയ ആത്മീയതയുള്ള വീട്ടിലെയാണ്. രണ്ടുപേരും അഭിഭാഷകരാണ്. ഈ മോൻ അഭിഭാഷകനായിട്ട് പോകുന്നതിന് പിതാവിന് വലിയ പ്രശ്നമില്ല. മരുമോള് വന്നപ്പോൾ അത് കള്ളന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സത്യസന്ധമല്ലാത്ത ആത്മീയതയുടെ അകക്കാമ്പ് കീറി മുറിച്ച് നോക്കിയപ്പോൾ അവള് പോകണ്ടെന്ന്. എന്നിട്ട് പിന്നെ മുതൽ ഈ ഇവരെ ഇട്ട് കൈകാര്യം ചെയ്യുക. ഇവര് മോശമല്ല, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്തായതിനകത്ത് മധ്യസ്ഥയ്ക്ക് നിൽക്കുന്നവരെല്ലാം അങ്ങ് വലഞ്ഞ് കുഴഞ്ഞ് നാശമായി 3-4 കൊല്ലം അങ്ങ് പോയി. കുറെ കാശും ചെലവാക്കി എല്ലാം ആക്കിയിട്ട് ഇപ്പം എല്ലാം കൂടെ പിരിഞ്ഞു പോയെന്ന് തോന്നുന്നു. ഇതൊക്കെ എത്രയോ നാള് മുമ്പേ സന്തോഷത്തോടെ വേണ്ടായോ. നമ്മൾ സാറിന് നാടൻ ഭാഷയെ പറയുമല്ലോ, കയ്യിലെ കാശ് വായിലെ ദോശ, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ശരി മതി, കുഴപ്പമില്ല, പിരിഞ്ഞു പോവുക എന്നത്. അപ്പൊ അതിന്റെ ഒരു വേർഷനാണ് ഇപ്പൊ ഈ പറയുന്ന പന്തീരാവൻകാവിലും കാണുന്നത്. ഇത് മലയാളി പ്രാക്ടീസ് ചെയ്യേണ്ട മര്യാദയുടെ ഒരു പ്രധാനപ്പെട്ട പാഠമാണ്.